Hi, welcome back to our channel. ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആയിട്ടാണ്. കുറേ നാളായി ഞാനൊരു മാക്രോ ഫോട്ടോഗ്രാഫി ഒന്ന് നോക്കാം, ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കും. ഞാൻ എന്നിട്ട് 1300-നകത്ത് ഒരു റിവേഴ്സിനൊക്കെ വെച്ചിട്ട് നോക്കി, പക്ഷെ അതത്ര ഒരു എനിക്കത് സാറ്റിസ്ഫൈ ആയില്ല. ലെൻസ് വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷെ നോക്കുമ്പോൾ ഒത്തിരി പൈസയാണ്. അപ്പോൾ ഇതിനെ ചിലപ്പോൾ റയർലി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനൊരു ഹ്യൂജ് എമൗണ്ട് ഇപ്പം തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പോൾ സോണിയുടെ തന്നെ 19mm ഒക്കെ ഉണ്ട്. 19mm അതുപോലെ ടൈമറുണ്ട് 19mm ഒക്കെ ഇപ്പോൾ റീസെൻ്റ്ലി റിലീസറായിട്ട് 1:1 സൂമിങ്ങോട് കൂടിയിട്ടുള്ള. പക്ഷെ അതെല്ലാം 65, 55, 50 എബോവ് ആണ് പ്രൈസ്. സോ അങ്ങനെ നോക്കുമ്പോഴാണ് നിസ്സി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു ക്ലോസപ്പ് ലെൻസ് കിറ്റ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നതും. അപ്പോൾ അങ്ങനെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ എല്ലാവരും വലിയ കുഴപ്പമില്ലാത്ത നല്ല റിവ്യൂ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാനിത് ഒരെണ്ണം പർച്ചേസ് ചെയ്തു. ക്ലോസപ്പ് ലെൻസ് കിറ്റ് 2 ആണ്. 77mm ലെൻസിന് വേണ്ടിയിട്ടുള്ളതാണിത്. സോ അതിൻ്റെ കൂടെ തന്നെ 72 to 77 67 to 77mm ഉള്ള ഒരു അഡാപ്റ്റർ റിങ്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ലെൻസുകൾക്കും ഒരു മിനിമം ഫോക്കസ് ലെങ്ത് ഉണ്ടായിരിക്കും അല്ലേ. സോ ആ ഫോക്കസ് ലെങ്ത്തിനെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ലെൻസ് കിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലെൻസിൻ്റെ ടോപ്പിലോട്ട് അറ്റാച്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ നമുക്കിതിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ്ങും ഒരു ഫസ്റ്റ് ഇംപ്രഷനും നോക്കാം. ഇവിടെ ബോക്സിൻ്റെ മുകളിൽ ഇവിടെ ഇതിൻ്റെ ക്ലോസപ്പ് ലെൻസ് കിറ്റ് Mark II 77mm നിസ്സി. ഇങ്ങനെയാണ് ബോക്സിൻ്റെ ഇവിടെ ഓപ്പൺ ചെയ്യാനുള്ള ഇതുണ്ട്. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കൊരു പ്ലാസ്റ്റിക് ഇതിനകത്ത് 2 അഡാപ്റ്റർ റിങ്സ് കാണാം. നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും 72 to 77mm ഒരു അഡാപ്റ്റർ റിങ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 67 to 77mm ഒരു അഡാപ്റ്റർ റിങ്ങാണ്. അത് കഴിഞ്ഞ് ഒരു നല്ല വെൽ ബിൽട്ടായിട്ടുള്ള ഒരു പൗച്ചിനകത്താണ് ഇത് വരുന്നത്. ഒരു വെൽ ബിൽട്ടായിട്ടുള്ള ഒരു പൗച്ചിനകത്ത് നമ്മുടെ ഇതുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു യൂസർ മാനുവലാണ്. ഓക്കെ, ഇതെല്ലാം മാറ്റി വെച്ചേക്കാം. അഡാപ്റ്റർ നമ്മളിപ്പോൾ തൽക്കാലം മാറ്റി വയ്ക്കാം. നമ്മളിത് അൺബോക്സ് ചെയ്യാണ്. ഒരു അത്യാവശ്യം നല്ലൊരു എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വലുപ്പം മനസ്സിലാവും. ഇങ്ങനൊരു റിബണൊക്കെ ഉണ്ട്. അൺബോക്സ് ചെയ്യാം. കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇതാണ്. അതിൻ്റെ 2 സൈഡും മടക്കി വയ്ക്കാനുള്ള ഒരു അടപ്പുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇത് ബോക്സ് പൗച്ച് മാറ്റി വയ്ക്കാം. 1 സൈഡ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഗ്ലാസ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. സോ ഇത് ഫ്രണ്ടും ഇത് ത്രെഡായിട്ടുള്ളൊരു ഏരിയയാണ്. നല്ല വെയിറ്റാണ്. ഇതെല്ലാം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ലൊരു മെറ്റൽ. സോ ഇതാണ് നമ്മുടെ ക്ലോസപ്പ് റിങ്. ഇതിനകത്ത് കൂടെ കാണുമ്പോൾ കണ്ടോ, സൂമായിട്ടൊക്കെയാണ് കാണുന്നത്. ക്യാമറയിൽ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ. ഓക്കെ, സോ ഞാനിവിടെ നമ്മുടെ സോണി A7M4 നമ്മുടെ 85mm 1.4 G Master 2 കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 77mm ആണ്. സോ ഇതിനകത്തോട്ട് നമുക്ക് ഡയറക്റ്റ്ലി ഈ ഇതിനെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. സോ അതിനുവേണ്ടി നമ്മുടെ ലെൻസ് എടുക്കുന്നു. ലെൻസിൻ്റെ മുകളിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. നമ്മൾ പുറത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ട്. ഈ 28-200 അതുപോലെ 85mm G Master അതേപോലെ തന്നെ 200 to 600mm ഒക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ബേസിക് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് അറ്റാച്ച് ചെയ്തേക്കാം. അതൊന്ന് കണ്ടു നോക്കൂ. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഇൻഡോറിൽ വെച്ചിട്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സ്ക്രീനിൽ കൂടെ കാണുന്നൊരു വിഷ്വൽ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ അവരുടെ നെസ്സിയുടെ തന്നെ ബോക്സ് അതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ഇൻ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, സോ ഇത് 200-600mm ആണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. കണക്ട് ചെയ്തിട്ട് HDMI വെച്ചിട്ടാണ് ഈ ഔട്ട് എടുത്തത്. സ്ക്രീൻ മിററിങ് എങ്ങനെ ചെയ്യാമെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇതാണ് 28mm നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇതാണ് കണ്ടോ, 28mm ഇതാണ് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്.
ഇനി നമ്മളിത് സൂം ചെയ്ത് വരുമ്പോൾ ആക്ച്വലി ഈ ലെൻസിനകത്ത് പറയുന്നുണ്ട് 70 to 200 ആണ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇവിടെ കാണാൻ പറ്റും ഒരു നേരോ ആയിട്ടുള്ള ഒരു ഡെപ്ത് ഓഫ് ഫീൽഡാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇപ്പോൾ 70 mm ആണ്. 100 mm വരുമ്പോൾ ഇങ്ങനെ വരുന്നു. വീണ്ടും ഞാൻ കുറച്ചുകൂടി സൂം ചെയ്യാണ്. ഇറ്റ്സ് 135 mm. അത് 200 mm. ഇങ്ങനെയാണ്. ഇത്രയും ഡെപ്തായിട്ടാണ് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നത്. വളരെ നേരോ ആയിട്ടുള്ള ഡെപ്ത് ഓഫ് ഫീൽഡാണ്. കണ്ടോ, ഒരു സൂപ്പർ 35 എന്ന് പറയുന്നൊരു ഫീച്ചർ ഉണ്ട്, അത് ക്രോപ്പായിട്ട് വരുന്നത്. അതും കൂടി കൊടുക്കുന്ന സമയത്ത് കണ്ടോ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡാറ്റയാണ് നമുക്ക് മാക്രോയിൽ കിട്ടുന്നത്. ഇവിടെ ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സോ എന്തായാലും ഇതിൻ്റെ ഒരു യൂസ്ഡ് റിവ്യൂ ഞാൻ വൈകാതെ തന്നെ ചെയ്തേക്കാം. സോ ഇതേപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇറ്റ്സ് മീ വിനീത് സൈനിങ് ഓഫ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. ഹാപ്പി ഷൂട്ടിംഗ്.